അപ്പോൾ ഇതുപോലെ നമുക്കൊരു താമരപ്പൂ ഉണ്ടാക്കിയെടുത്താലോ വീട്ടിലുള്ള വേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഒരു നൈസായിട്ട് നല്ല രീതിയിൽ ഉള്ള ഒരു താമരപ്പൂ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളും വീട്ടിലുള്ള വേസ്റ്റുകളും വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ഇത് ഞാനിപ്പം നമ്മുടെ ഫ്രിഡ്ജൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനൊരു ഫോം ഷീറ്റ് കൊണ്ട് എങ്ങനെ ഒരു താമരപ്പൂ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു പഴയ ഫോം ഷീറ്റാണ്. ഇതെനിക്ക് ഫ്രിഡ്ജ് വാങ്ങിയപ്പോൾ എന്തോ കിട്ടിയ ഒരു പേപ്പറാണ്. ഞാനിതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. ഇപ്പോൾ അടുക്കി പറക്കുമ്പോൾ കിട്ടിയതുകൊണ്ട് ഞാനപ്പോൾ വിചാരിച്ച് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് നല്ല രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പേപ്പർ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അവിടെ ഇവിടെയൊക്കെ അത് ഒരുമാതിരി കേടായിട്ടുണ്ട്. അതൊന്നും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആദ്യമേ ഈ പേപ്പറിന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ 4ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിനെ ഒന്നും കൂടി മടക്കിയിട്ട് അതിന് നമുക്ക് ഇതളുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓരോരോ ഇതള് പോലെ നമുക്ക് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പറിൽ വരച്ചിട്ട് അത് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. എനിക്ക് പിന്നെ ഭയങ്കര ടാലൻറ്റ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്, ചുമ്മാ തള്ളിയതാണ്. അപ്പം നിങ്ങളിങ്ങനെ നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഇതിനകത്ത് ഷീറ്റ് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഒരു വേസ്റ്റ് പേപ്പറാണ്, അത് നിങ്ങൾക്ക് കിട്ടാൻ വഴിയില്ല. അപ്പോൾ ഇതിനകത്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ക്രീപ്പ് പേപ്പർ എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറുണ്ട്. അത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഫാൻസി ഷോപ്പിലൊക്കെ കിട്ടും. ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ക്രാഫ്റ്റ് ഐറ്റംസ് അവൈലബിൾ ആണല്ലോ. അപ്പോൾ ക്രീപ്പ് പേപ്പർ എന്ന് പറയുന്നൊരു പേപ്പറുണ്ട്, അത് അവൈലബിൾ ആണ്. അത് നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിലും ഭംഗിയായിരിക്കും ചെയ്യാൻ. അപ്പോൾ ഞാനിത് എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാനിതെടുത്ത് കട്ട് ചെയ്ത് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഓരോരോ ഇതള പോലെ നമുക്ക് കട്ട് ചെയ്തോളൂ. ഇനി നമുക്കിനി ഇത് സെപ്പറേറ്റാക്കി എടുക്കാം. എല്ലാം നമുക്ക് സെപ്പറേറ്റാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ ലീഫൊന്നും അത്ര പോരാ. പിന്നെ നമ്മൾ ലീഫായിട്ട് അങ്ങനെ ഭയങ്കര വൃത്തിയായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളത് ഇപ്പോൾ ജോയിൻറ്റ് ചെയ്തിട്ട് പൂവായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് വലുതായിട്ട് ഞാൻ നോക്കിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പറിൽ കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ അളവൊക്കെ എടുത്ത് നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനിതെല്ലാം പല ഇതായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പിയാണ് വേണ്ടത്. ഒരു കമ്പി വയർ കണക്കത്തെ എന്തെങ്കിലും കട്ടിയുള്ള സാധനം നമുക്ക് വേണം. ഇനി നമ്മൾ ഇതിൻ്റെ ഓരോ ഇതളിലേക്ക് ഇതാണെങ്കിൽ ഫെവിക്കോൾ ഇങ്ങനെ തടവിയിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഫെവിക്കോൾ തേച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്കാണ് നമ്മളൊരു കമ്പി വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഇച്ചിരി ഒന്ന് മെനക്കെട്ട ഒരു പണിയാണ്. അതൊന്ന് ഒട്ടി വരുന്നത് വരെ ഉള്ളൂ കേട്ടോ മെനക്കേട്. അത് കഴിയുമ്പോൾ നമുക്കത് ശരിയാവും. കമ്പിയൊക്കെ വളഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ നല്ലൊരു ലീഫ് നോക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കമ്പിയാണ് ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം വയ്ക്കുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, പിന്നെ അത് സെറ്റായി കഴിഞ്ഞാൽ നല്ലതുപോലെ ഇരുന്നോളും. അപ്പോൾ നമ്മൾ ഈ കമ്പി അതിൽ വെച്ചിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഒരെണ്ണം വെച്ച് ഒന്ന് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ ഇരുന്നോളും. ഇത് നമുക്ക് അതങ്ങനെ ഇരിക്കട്ടെ, കുറച്ച് നേരം നമുക്ക് നനക്കാതെ വെച്ചേക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഈ കമ്പി സെറ്റായിട്ട് കിട്ടും. അതുപോലെ നമുക്ക് എല്ലാ ലീഫും ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാ ലീഫും അല്ല, എല്ലാ പെറ്റൽസും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ആദ്യമേ നമ്മൾ കട്ട് ചെയ്തത് പ്രോപ്പർ ആയില്ലെങ്കിൽ നമ്മളിങ്ങനെ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാ ലീഫും ഞാനിപ്പോൾ ഇതാണെങ്കിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒട്ടിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ ലീഫും കണ്ടാലറിയാം ഇടയ്ക്ക് കമ്പിയുണ്ട്. അപ്പം നിങ്ങൾ നൈസ് കമ്പി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഞാനിത്തിരി കട്ടിയുള്ള എടുത്തതുകൊണ്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് വളയ്ക്കാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഒരു ലീഫിൻ്റെ രീതിയിൽ നമുക്കിങ്ങനെ വളച്ചെടുക്കാം. ഒരു താമരയുടെ ഇതുപോലെ നമുക്കൊന്ന് വളച്ചെടുക്കാം. എല്ലാ ലീഫും നമ്മൾ ഇതണക്കൊന്ന് വളച്ചെടുത്തിട്ട് നമുക്ക് പിന്നീട് അതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരുവിധം എല്ലാം ഒന്ന് വളച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊരു 10-13 പെറ്റൽസിൽ കൂടുതലുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്ന ഒരു മഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ ഒരു പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങൾ മേടിക്കുമ്പോൾ പല കളറിലെ പ്ലാസ്റ്റിക് കവറുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു മഞ്ഞ കവറിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂമ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞ കവർ ഇല്ലെങ്കിൽ മഞ്ഞ തുണി, കോട്ടൺ തുണി ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ ക്രാഫ്റ്റ് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുഞ്ഞു പൂമ്പൊടി പോലത്തെ സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. അതൊട്ടിച്ചാലും മതി. അപ്പോൾ ഞാനിതിവിടെ എല്ലാം വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഇതേപോലെ വീഡിയോ കാണുന്നത് പോലെ നമുക്ക് 3-4ആയിട്ട് മടക്കി എടുത്തിട്ട് നമുക്കിങ്ങനെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ആദ്യത്തെ കട്ട് ഇതായിപ്പോയി.
ആ ലീഫ് ആ ഒരു ഇതിൽ കട്ട് ചെയ്ത് പോയി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് കട്ട് ചെയ്യുക. നമുക്കിതിങ്ങനെ കുറച്ച് ലെങ്ത്തിൽ പകുതിയായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കൈ ഒന്നും വെട്ടി കൊള്ളാതെ സൂക്ഷിക്കുക. എന്നിട്ട് വെട്ടൊക്കെ കൊണ്ടിട്ട് പിന്നെ എന്നെ തെറി വിളിക്കാൻ വരരുത്. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സൈഡിൽ കട്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഊത്തെടുക്കാം. ഇനി ഉണ്ടോ നമുക്ക് ഇളകിപ്പോയതെല്ലാം ഒന്ന് ഇളക്കി കളയാം. അപ്പോൾ ഇത്രയും ഇങ്ങനെ കിട്ടിയാൽ മതി. നമുക്ക് ഇത്രയും നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കുപ്പിയുടെ അടപ്പ്, കുറച്ച് പഞ്ഞിയാണ് നമുക്ക് വേണ്ടത്. കുറച്ച് പഞ്ഞി അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള കോട്ടൺ തുണി നമ്മൾ 2-3 മടക്കിയിട്ട് എടുക്കുക. പഞ്ഞിയാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് വേണ്ട ഒരു കുപ്പിയുടെ അടപ്പാണ്. നമ്മൾ മരുന്നൊക്കെ മേടിക്കുന്ന കുപ്പിയുടെ ഒരു മൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മളിതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് നല്ലതുപോലെ കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പഞ്ഞി എടുക്കാൻ പറഞ്ഞ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പഞ്ഞി എടുക്കുമ്പോൾ നല്ല കട്ടിക്കിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ഞി എടുക്കാൻ പറഞ്ഞത്. ഇതിൻ്റെ മേലേക്ക് ഞാനൊരു വൈറ്റ് കോട്ടൺ ക്ലോത്ത് വെച്ച് ഇങ്ങനെ കവർ ചെയ്യാണ്. കോട്ടൺ ക്ലോത്തൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അതൊരു പഴയ തുണിയാണ് കോട്ടൻ്റെ. അപ്പം നമുക്ക് ഇനി അതിനെ ഒന്ന് നല്ലതുപോലെ കെട്ടി ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ടൈറ്റ് ചെയ്ത് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് സാധനം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ കമ്പി കുത്തുകയാണ്. പക്ഷേ ഈ കമ്പി എനിക്ക് കുത്തിയിട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നുകൊണ്ട് ഞാനിത് ഇളക്കി കളഞ്ഞിട്ട് ലാസ്റ്റാണ് ഒന്നും കൂടി ഫിക്സ് ചെയ്തത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യമേ വീഡിയോ കാണിക്കുന്നുണ്ടെന്ന് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച മഞ്ഞ പൂമ്പൊടി പോലത്തെ സാധനം നമ്മൾ കറക്കി ഒട്ടിച്ച് എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ മാക്സിമം ശ്രമിക്കണം. ഇത് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മടക്കൊക്കെ മാറിപ്പോകും. അപ്പോൾ നമ്മൾ മാക്സിമം അത് നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഞാൻ അത് അത് ടൈറ്റ് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ഇത് അഴിഞ്ഞു പോയി. അങ്ങനെ ഞാൻ വീണ്ടും ഒന്നും കൂടി ആ കമ്പി മൊത്തത്തിൽ കെട്ടിയിട്ട് ഞാൻ വീണ്ടും അതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കുകയാണ്. ആ മഞ്ഞ അതുപോലെ ഒന്ന് നമ്മൾ കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം മനസ്സിലായല്ലോ. ഇത് സെൻറ്ററിലിരിക്കുന്ന പൂമ്പൊടിയും സെൻറ്റർ പോർഷനാണ് ഞാനിപ്പോൾ കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് പാടായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കട്ടിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറന്ന് കളിക്കും. അപ്പോൾ അതൊന്ന് ഫിക്സ് ചെയ്ത് വയ്ക്കാൻ കുറച്ച് മെനക്കേടായിരുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒത്തിരി ഒന്ന് സാവകാശത്തോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് നല്ലതുപോലെ ചുറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മേലേക്കാണ് നമ്മൾ ഓരോ ലീഫും നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ വീഡിയോൻ്റെ ഒരു കോർണറിലായിപ്പോയി ഞാൻ കാണിക്കുന്നത്. ഞാൻ ക്യാമറ വെച്ചത് ശരിയായില്ല, അതുകൊണ്ടാണ് എന്നോട് ക്ഷമിക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനലിൽ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. ഞാനൊരു 1000 സബ്സ്ക്രൈബർ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ഒരു വിലപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് ഒക്കുന്നതാണെങ്കിൽ ഇങ്ങനെ ക്രാഫ്റ്റുകളൊക്കെ ഞാൻ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കണ്ടോ, ഞാൻ പറഞ്ഞില്ല, ഞാനപ്പോൾ ആദ്യമേ കെട്ടിയ ആ കമ്പി അഴിഞ്ഞു പോയി. അപ്പോൾ ഞാനിതെല്ലാം കൂടി ആ മഞ്ഞ എല്ലാം കൂടി ഒന്ന് ഫിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒരു നൂലിട്ട് ഞാൻ കെട്ടുകയാണ്. എൻ്റെ കയ്യിൽ ഇവിടെ കറുത്ത നൂല് മാത്രമേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കറുത്ത നൂല് വെച്ച് കെട്ടുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വേറെ നൂലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ നൂലെടുക്കാം. ഇനി നമ്മൾ ആ ഇതിലേക്ക് ഓരോ പെറ്റൽസ് നമ്മൾ ഫിക്സ് ചെയ്യാണ്. അപ്പോൾ ഈ പെറ്റൽസ് ഉണ്ടോ നമ്മളിങ്ങനെ മടക്കിയാണ് ഞാൻ എടുക്കുന്നത്. നമ്മളൊരു പൂ പോലിരിക്കുന്നത് ഇത്. അപ്പം ഞാൻ അത് ആദ്യമേ ഒരു ഫെവിക്കോൾ തേച്ചിട്ടാണ് ഞാൻ ഈ പെറ്റൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പം ഫെവിക്കോൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ ഫെവിക്കോൾ അതിൽ ഫിക്സ് ആയിരുന്നോളും, പിന്നെ അത് പോകുമെന്ന് പേടിക്കണ്ട. അപ്പം നമുക്ക് ഇതേപോലെ എല്ലാ പെറ്റൽസും ഇത്തിരി സൂക്ഷിച്ച് ആദ്യത്തെ പെറ്റൽസൊക്കെ ഇത്തിരി സൂക്ഷിച്ച് നമുക്കൊന്ന് കെട്ടാം. കാരണം അതാണൊന്ന് ഫിക്സ് ആയിട്ട് ഇരിക്കുന്നത്. ആ മഞ്ഞയുടെ പൂമ്പടിയിൽ ഒന്നും വെച്ച് ഇതിൻ്റെ കൂടെ കെട്ടി വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലിരിക്കുന്ന കുപ്പി ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. നിങ്ങളെൻ്റെ വീഡിയോ കയറി കാണണേ. അതെൻ്റെ ഇതിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കുപ്പിയും പൂവൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾ കയറി കാണുക. അപ്പോൾ നമുക്ക് എല്ലാ പെറ്റൽസും നമുക്ക് ഇതേപോലെ നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പം ഓൾമോസ്റ്റ് രണ്ടാമത്തെ പെറ്റൽ ഇങ്ങനെ ഫിക്സ് ചെയ്തെടുക്കുകയാണ്. ചെറിയ പെറ്റൽസ് വെച്ചിട്ട് ഞാൻ വലിയത് താഴോട്ടാണ് വെച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വെക്കാം കേട്ടോ. നൂല് എനിക്ക് പിടിച്ചിട്ട് കിട്ടണില്ല. നിങ്ങളത് കുറച്ചൊന്ന് സൂക്ഷിച്ചൊക്കെ ചെയ്താൽ മതി. അപ്പം നമ്മളിങ്ങനെ കെട്ടി എടുത്തിട്ട് കുറച്ച് മെനക്കെട്ട് പണിയാണ്, പക്ഷേ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് നോർമലി കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പം നമുക്ക് ഈ ഫോം ഷീറ്റ് അല്ലെങ്കിൽ ക്രീപ്പ് പേപ്പർ മേടിക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ തുണിയായാലും മതി. ഇങ്ങനെ പിങ്ക് കളർ കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ, കാരണം നമ്മൾ
2 ലെയറായിട്ടാണല്ലോ എടുക്കുന്നത്. അതിൽ നമ്മൾ ഫെവിക്കോളൊക്കെ തേച്ചിട്ട് മടക്കി എടുക്കുമ്പോഴത്തേക്ക് ഏകദേശം പെറ്റൽ കണക്ക് തന്നെ ആവും. അപ്പോൾ അതിന് നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ ഞാൻ 2 പെറ്റൽ തേച്ച് കഴിഞ്ഞ് ഇനി അടുത്ത പെറ്റൽസ് നമുക്ക് ഇതേപോലെ ഫിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാ പെറ്റൽസും നമുക്കിതുപോലെ ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ കമ്പി കുറച്ച് വലുതാണ്, ഞാനപ്പോൾ അത് കട്ട് ചെയ്ത് കളയാണ്. കണ്ടോ, അതിന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ചില സൈഡിലൊക്കെ മോശം ഭാഗമാണ് മറ്റേ ഇതിൻ്റെ പഞ്ഞിയുടെ ഒരു ഞാൻ ചെയ്ത ഫോം പേപ്പറിൻ്റെ. അത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം നമ്മുടെ അടിയിൽ പോകുന്ന പോർഷനാണ്, കവർ ചെയ്ത് പോകുന്ന പോർഷൻ ആയതുകൊണ്ടാണ് ഞാനത് മൈൻഡ് ചെയ്യാതെ എടുത്തത്. അപ്പോൾ നിങ്ങൾക്കത് ഫുള്ളി കവർ ചെയ്തിട്ട് നമുക്കിതാണെങ്കിൽ എല്ലാ പെറ്റൽസും നമുക്കിതാണെങ്കിൽ ഫിക്സ് ചെയ്തെടുക്കാം. വീഡിയോ കുറച്ച് ലെങ്തി ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷേ ഈ പ്രോസസ്സ് എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫുള്ള് വീഡിയോ കാണിച്ചത്. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കാണാം കേട്ടോ. ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളകിപ്പോയി, എനിക്ക് പിന്നെ പ്രാന്തായി, പിന്നെ ഞാൻ എണീറ്റ് പോയി, പിന്നെ കുറച്ച് കഴിഞ്ഞ് ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് തിരിച്ചു വന്നത്. പെട്ടെന്നുള്ളൊരു ആവേശത്തിന് ഞാനെടുത്ത് കട്ട് ചെയ്തതാണ്, പക്ഷേ അത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. പക്ഷേ ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഒരു പ്രശ്നമായിട്ടേ തോന്നിയില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ ഞാൻ വേറെയും ഫ്ലവേഴ്സ് ഉണ്ടാക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഐഡിയ ഒക്കെ വന്നിട്ടുണ്ട് ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്കൊരു പിടിയില്ലായിരുന്നു. ഞാനപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ചെയ്തത്, ഒരു കൊറിയക്കാരുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അവരുടെ വീഡിയോ നല്ല ഭംഗിയാണ് കേട്ടോ, ഇത് കണക്കൊന്നുമല്ല, നല്ല രസമുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സെൻറ്റർ പോർഷൻ കണ്ടാൽ മനസ്സിലാവും, ഞാനൊരു റബ്ബർ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ മഞ്ഞ പ്ലാസ്റ്റിക് കവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ റബ്ബർ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ അത് നമ്മൾ ചുറ്റുമ്പോഴത്തേക്ക് ആദ്യത്തെ നമ്മൾ ലീഫ് ചുറ്റുമ്പോഴത്തേക്ക് അതെല്ലാം നമ്മൾ ചിലപ്പോൾ മിസ്റ്റേക്കിൽ അതും കൂടെ നമ്മൾ ചുറ്റി വയ്ക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെയും കൂടി എടുത്ത് റബ്ബർ ഇട്ട് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ചുറ്റി എടുത്തത്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ ലീഫും ഒന്ന് ഫിക്സ് ചെയ്തെടുക്കാം. ക്രീപ്പ് പേപ്പർ അല്ലെങ്കിൽ ഇങ്ങനെയല്ല കോട്ടൺ തുണി ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിങ്ക് ചാർട്ട് പേപ്പറിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ ഭയങ്കര ഒട്ടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടില്ല. ചാർട്ട് പേപ്പർ ആകുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നല്ലേ. പക്ഷേ കുറച്ച് നാൾ ഇരിക്കത്തില്ലല്ലോ, നമ്മൾ കൈയൊക്കെ തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് കീറിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതേണക്ക് നമുക്ക് എല്ലാ ലീഫും ഇതേണക്ക് നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫെവിക്കോളോ ഗ്ലൂ ഗണ്ണൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കോളും. ഫെവിക്കോളൊക്കെ ആയതുകൊണ്ട് കുറച്ച് സമയം എടുത്ത്. അപ്പോൾ ഞാനിത് പിടിച്ചിങ്ങനെയൊക്കെ ചെയ്യുന്ന ലാസ്റ്റ് നമുക്ക് എന്തായാലും കമ്പി ഉണ്ടായതുകൊണ്ട് പേടിക്കണ്ടല്ലോ, നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ കമ്പിയൊക്കെ വെച്ച് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എല്ലാ പെറ്റൽസും ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചെടുക്കാം. ഇതിൽ കൂടുതൽ പെറ്റൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ക്രീപ്പ് പേപ്പർ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ അതിൽ കോമ്പിനേഷൻ വരുന്ന ക്രീപ്പ് പേപ്പറുകൾ മേടിക്കാൻ കിട്ടും കേട്ടോ. വെള്ളയും പിങ്കും കൂടി ചേർന്നത്, അല്ലെങ്കിൽ വെള്ളയും നല്ല കുറച്ചും കൂടി ഡാർക്ക് പിങ്ക് ഉള്ളത്, വെള്ളയും റെഡും കൂടി ചേർന്നത്, അതൊക്കെ നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ റെഡും യെല്ലോയും വൈറ്റും കൂടി ചേർന്നത്, അങ്ങനെയൊക്കെ ഉള്ളത് മേടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് മെറ്റീരിയൽ വെച്ച് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് എല്ലാം ഞാൻ ഇതിനൊക്കെ ഫിക്സ് ചെയ്തെടുക്കുകയാണ്. വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകുന്നുണ്ടല്ലേ. അത് ഞാനിപ്പോൾ എല്ലാ പ്രോസസ്സും കാണിച്ചിട്ടില്ലെങ്കിലുണ്ടല്ലോ, എവിടെയെങ്കിലും ഒന്ന് സ്കിപ്പായി പോയി കഴിഞ്ഞാൽ പിന്നെ മിസ്സായി പോകും. ഞാൻ അതുകൊണ്ടാണ് എല്ലാം കാണിക്കുന്നത് നിങ്ങളുടെ അടുത്ത്. ലാസ്റ്റ് ചെയ്തു വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ വീട്ടിലുള്ളവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഹസ്ബൻഡിന് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് ഞാൻ പറയുന്നത്. വീഡിയോയിൽ കാണുന്ന ഇത്ര മെനക്കോടൊന്നും ഇല്ല, എന്നാലും കുറച്ച് പാടാണ്. പേപ്പർ ഒന്നും ഈ ഒരു പ്രോസസ്സാണ് എനിക്ക് കുറച്ച് പാടായിട്ട് തോന്നിയത്. കാരണം നമ്മൾ പിടിക്കുന്നിടത്തൊന്നും കമ്പി നിൽക്കത്തില്ല, കമ്പി പിടിക്കുന്നിടത്തൊന്നും നൂല് ചുറ്റാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെട്ടായിരുന്നേ. നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള കോട്ടൺ തുണിയോ നിങ്ങൾക്ക് ക്രീപ്പ് പേപ്പർ മേടിക്കാൻ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് മേടിച്ച് ട്രൈ ചെയ്യാം. ഞാനപ്പോൾ ലാസ്റ്റ് ഇതെല്ലാം ചുറ്റി കഴിഞ്ഞിട്ട് ലാസ്റ്റ് കമ്പി കയറ്റാനൊന്നും ശ്രമിച്ചു നോക്കിയതാണ്. എന്നിട്ടും ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എനിക്ക്. ഞാനപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ് വെക്കാൻ പറ്റുമോയെന്ന്. പക്ഷേ അത് വെച്ചിട്ട് അത് ഇളകി വരുന്നതൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഇതിലോട്ടാണ് നമ്മൾ കയറുന്നത്. അപ്പം ആ കമ്പി വെച്ചപ്പോൾ എനിക്ക് ചുറ്റിയെടുക്കാൻ പറ്റില്ല, അങ്ങനെ ഞാൻ കമ്പി കുറ്റി കളഞ്ഞ്.
എന്തായാലും നമ്മൾ ഇത്രയും നേരം കമ്പിയില്ലാതല്ലേ ചുറ്റിയത്. ഇതിന് ലാസ്റ്റ് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കൊളുത്തി വയ്ക്കാം. അത് വെയിറ്റുള്ള കാര്യമൊന്നും അല്ലല്ലോ. ഇതിന് കുറച്ച് വെയിറ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലീഫെല്ലാം കൂടെ കയറുന്നതിൻ്റെ വെയിറ്റ് മാത്രമേ ഉള്ളൂ. ലീഫും കമ്പിയും കൂടി ചേർന്നതിൻ്റെ വെയിറ്റ് മാത്രമേ ഉള്ളൂ. ഫൈനൽ റിസൾട്ട് പൊളിയാണ് കേട്ടോ. നിങ്ങളപ്പോൾ എന്തായാലും ചെയ്ത് നോക്കണം. അപ്പോൾ ആ ലീഫ് ഞാൻ തിരിച്ച് വെക്കാമെന്ന് ഓർത്തതാണ്. പിന്നെ ഞാൻ വിചാരിച്ച് അപ്പോൾ ഒരു ഭംഗി തോന്നിയില്ല. ഭംഗി തോന്നാഞ്ഞല്ല, എനിക്കത് കറക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ട് കറക്കിയെടുത്തു. കണ്ടോ, ഇത് ഈ ഒരു പ്രോസസ്സ് ഭയങ്കര ബുദ്ധിമുട്ട് മെനക്കെട്ടുള്ളൊരു പ്രോസസ്സാണ് കേട്ടോ. ഇത് മാത്രമേ ഉള്ളൂ ഇത്തിരി മെനക്കേടായിട്ട് തോന്നിയത് എനിക്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. കാരണം ഇച്ചിരി മെനക്കെട്ടാലും നമ്മുടെ ഫൈനൽ റിസൾട്ട് പൊളിയാണ്. നമുക്കപ്പോൾ എല്ലാ പെറ്റൽസും ഇതുപോലെ നമുക്ക് ചുറ്റി 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 എടുക്കാം. കണ്ടോ, ലാസ്റ്റ് ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നമുക്ക് ലാസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അത് ഇളകി വന്നു. ഞാനപ്പോൾ അത് ഇളക്കിയിട്ട് വീണ്ടും ഒന്നും കൂടി നമുക്ക് ചുറ്റി വയ്ക്കാം. കാരണം ഇത് നമ്മൾ കാണുന്നത്ര എളുപ്പമുള്ളൊരു പ്രോസസ്സല്ല കേട്ടോ. അപ്പോൾ കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അപ്പോൾ നിങ്ങളെന്താ ചെയ്യുന്നത് വെച്ചാൽ, എനിക്ക് എൻ്റെ ആക്രാന്തം കാരണം ഞാൻ കമ്പിയും ഫെവിക്കോളുമായിട്ട് ഉണങ്ങുന്നതിന് മുമ്പിട്ട് എല്ലാം എടുത്ത് വെച്ച് ഫിക്സ് ചെയ്തു. അതാണ് ഇത്രയും പ്രശ്നം പറ്റിയത്. അപ്പോൾ ഞാൻ തിരിച്ചു വെച്ച ലീഫ് വീണ്ടും നോർമലി പഴയത് എങ്ങനെയാണോ വെച്ചത് അതുപോലെ തന്നെ ഞാൻ ചുറ്റി. അപ്പോൾ അത് കട്ടിക്ക് ഇത്തിരി മേലോട്ട് വെച്ച് ഞാൻ ചുറ്റി ഇത്തിരി ടൈറ്റായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇനി 2-3 ലീഫും കൂടെ ഉണ്ട്. അത് നമുക്ക് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതായിട്ട് വെച്ചിട്ട് എന്തിനാ അല്ലേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു മൊട്ടും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, സെയിം പ്രോസസ്സാണ്. ലീഫ് കുറച്ച് കുറവേ ഉള്ളൂന്നേ ഉള്ളൂ. സെൻറ്ററിൽ ഞാൻ കുറച്ച് തുണിയാണ് വെച്ച് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഞാൻ ബോട്ടിൻ്റെ അടപ്പൊന്നും വെച്ചിട്ടില്ല. ജസ്റ്റ് തുണി ഞാൻ കട്ടിക്ക് വെച്ചിട്ട് ഉരുട്ടി വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ പെറ്റൽസ് ഒതുക്കി വെച്ചിട്ടാണ് ആ മുട്ട ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ മുട്ട കാണിക്കാം കേട്ടോ ലാസ്റ്റ്. നിങ്ങൾക്ക് പൂ മാത്രം ഉണ്ടാക്കാം, മുട്ട ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പെറ്റൽ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൂടെ കഴിയുമ്പോൾ നമ്മൾ പണി കഴിഞ്ഞു കേട്ടോ. പണി കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ലീഫ് ഉണ്ടാക്കുന്നത് കൂടെ കാണിച്ചു തരാം. അപ്പം ഇതും കൂടി നമുക്കൊന്ന് കെട്ടിയിട്ട്, ഇത് ഞാൻ എടുത്തിരിക്കുന്നത് പച്ച ഒരു കവറ് പേപ്പറാണ്. ഒരു ഗ്രീൻ കവറ് പേപ്പറല്ല, ഗ്രീൻ കവറ് ആണ് എടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് കവറാണ്. അതും വേസ്റ്റ്, ഞാൻ കടയിൽ നിന്ന് എന്തോ സാധനം വാങ്ങിയപ്പോൾ കിട്ടിയൊരു കവറാണ്. അപ്പം ഞാൻ ഇതിൽ ലീഫ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഇതിനൊട്ടും കട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇത് നല്ലതുപോലെ 2 സൈഡും നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ താമരയുടെ ഇല പോലെയൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് 2-4 നമ്മൾ മടക്കുകയാണ്. ഒരു മടക്ക് ഇത് കണക്ക് മടക്കിയിട്ട് വീണ്ടും നമ്മൾ ഒരു മടക്കും കൂടി മടക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ച് ചെറിയ ചെറിയ ഇലകൾ മതിയല്ലോ, വലിയ വലിയ ഇലയൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒന്നും കൂടി കട്ട് ചെയ്തിട്ട് ആ ഒരു കവറ് വീണ്ടും ഒന്നും കൂടി മടക്കി, എന്നിട്ടാണ് അതിനെ ഒന്നും കൂടി മടക്കിയിട്ട് നമ്മൾ ആ ഒരു താമരയുടെ ഒരു ലീഫ് വരുന്ന രീതിയിൽ നമുക്ക് റൗണ്ടിന് കട്ട് ചെയ്തെടുക്കാം. സെൻറ്ററിൽ ഉണ്ടാകും അങ്ങനെ ഒരു റൗണ്ടിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലീഫായതുകൊണ്ട് എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു. ഞാൻ 4 മടക്കായിട്ട് കട്ട് ചെയ്താൽ ചിലപ്പോൾ അങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ അതുപോലെ വരുമോ എന്നൊക്കെ. വീണ്ടും ഞാൻ 4 തന്നെ മടക്കിയിട്ടിട്ട് അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു പേപ്പറിൽ കട്ട് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഈ കവറിലേക്ക് കട്ട് ചെയ്യാം. കവർ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കവർ തന്നെ കട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇത്രയുള്ളൊരു കവറേ ഉള്ളായിരുന്നു കേട്ടോ, അതാണ്. എന്നിട്ട് നമുക്ക് ഇത്തിരി കയറ്റി ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ താമരയുടെ ലീഫിൻ്റെ അതേ ഒരു സ്ട്രക്ചറിൽ തന്നെ നമുക്ക് കിട്ടും. ഇപ്പം നമുക്ക് കാണുമ്പോൾ കണ്ടോ അതുപോലെ തന്നെ. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഇതിനൊട്ടും കട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ എൻ്റെ കയ്യിൽ കോട്ടൻ്റെ ഒരു കവർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തോ ടാബ്ലറ്റ് എന്തോ മേടിച്ചപ്പോൾ മെഡിസിൻ എന്തോ വാങ്ങിച്ച സമയത്ത് കിട്ടിയതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചിട്ടാണ് മേലെയും താഴെയും പ്ലാസ്റ്റിക് കവർ വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതണക്ക് 2-3 ഇല ഇതണക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 3 ലീഫാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 1 അല്ലെങ്കിൽ 2 ഒക്കെ കട്ട് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ കവർ ഉണ്ടായതുകൊണ്ട് മാത്രം ഞാനതങ്ങനെ കട്ട് ചെയ്തെടുത്തേ ഉള്ളൂ. അത് നമുക്കിതിനെ കട്ട് ചെയ്യാം. ഇതിപ്പോൾ 3ാമത്തെ ലീഫാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. പ്ലാസ്റ്റിക് കവറിന് പകരം നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളർ തുണി ഉണ്ടെങ്കിൽ നമുക്ക് അതും യൂസ് ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ ഇതിനകത്ത് കാണുന്നത് ഒരുമാതിരി ബ്ലൂ കളറാണ് കേട്ടോ. പക്ഷേ ഇത് നല്ല ഗ്രീൻ കളറിലുള്ളൊരു കവറായിരുന്നു. എനിക്കറിയില്ല എന്താ അത് ബ്ലൂ കളറിൽ കാണിക്കുന്നതെന്ന്. അത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ല, അതൊരു കവറാണ്, കോട്ടൺ ടൈപ്പിലുള്ളൊരു കവറാണ്. പക്ഷേ കോട്ടണൊന്നുമില്ല, പ്ലാസ്റ്റിക് ചേർന്നൊരു കവറാണ്. അപ്പോൾ ഞാനത് അതേ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട്
അതിൻ്റെ മേലേക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഒട്ടിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇത് ചാർട്ട് പേപ്പറിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ചാർട്ട് പേപ്പറിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കേടാവും, അല്ലെങ്കിൽ പെട്ടെന്ന് കീറിപ്പോവും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമുക്കിങ്ങനെ കവറൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് കോട്ടൺ തുണി തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാനിതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒട്ടിച്ചപ്പോഴത്തേക്ക് ഇതിന് കട്ടിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇതിങ്ങനെ തളതളാന്ന് കിടക്കുന്നതുകൊണ്ട് ഞാൻ അടിയിൽ ഒരു ബൈൻഡിൻ്റെ ഒരു പീസ് ഞാൻ ഒട്ടിച്ചിട്ട് അതിനകത്താണ് കമ്പി കയറ്റി ഫിക്സ് ചെയ്തത്. അപ്പോൾ ഇലയുടെ ഒരു സ്ട്രക്ചർ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഇത് ഒന്നും കൂടി ഒന്ന് നൈസായിട്ട് എല്ലാം കൂടെ ഒരൊറ്റ അളവിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെങ്കിൽ എല്ലാം കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. കുറച്ച് മെനക്കെട്ട പണിയാണ് കേട്ടോ ഇത്. പക്ഷേ ഫൈനൽ റിസൾട്ട് പൊളിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചെയ്യണം കേട്ടോ എന്തായാലും. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 1000 സബ്സ്ക്രൈബർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റുകൾ എന്നെ അറിയിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഇങ്ങനെ ഉണ്ടാക്കി കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. അത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഫെവിക്കോൾ തേക്കുകയാണ്. എൻ്റെ ഫെവിക്കോളും കഴിഞ്ഞ കേട്ടോ. ഞെക്കി നമ്മൾ മലയാളീസ് അല്ലേ, ഞെക്കി അതിൻ്റെ പരിപ്പ് വരെ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഒട്ടും ഫെവിക്കോളില്ല കേട്ടോ. എനിക്ക് പുറത്തും പറ്റിയില്ല. അതുകൊണ്ടാണ് എൻ്റെ ഫെവിക്കോൾ എനിക്ക് മേടിക്കാൻ പറ്റാഞ്ഞത്. കുറച്ച് നക്കിയാണ്, അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, പുറത്തു പോകാൻ പറ്റാഞ്ഞത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ അതിനെ പിഴിഞ്ഞ് അതിനകത്തുള്ള ഫെവിക്കോളെല്ലാം പുറത്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ എല്ലായിടത്തും ഒന്ന് തേച്ച് പറ്റിച്ചിട്ട് നമുക്ക് അതിൻ്റെ മേലേക്ക് കവർ 2 സൈഡിലും നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഏകദേശം പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ ഫെവിക്കോൾ തേച്ച് ഒട്ടിക്കുകയാണ്. അപ്പോൾ തേക്കാൻ കഴിവുള്ളവർക്കൊക്കെ ഇത് നല്ലതുപോലെ തേക്കാൻ പറ്റും. അപ്പം വീണ്ടും ഞാൻ കുറച്ചും കൂടി ഫെവിക്കോൾ എടുക്കുകയാണ്. കാരണം എല്ലാ സൈഡും പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഫെവിക്കോൾ തേച്ചിട്ട് നല്ലതുപോലെ നമുക്ക് ഒട്ടിക്കും. കാരണം പ്ലാസ്റ്റിക് കവറായതുകൊണ്ട് ഫെവിക്കോൾ നമ്മൾ എല്ലായിടത്തും പറ്റിച്ചിട്ടില്ലെങ്കിൽ അത് ഒട്ടിയിരിക്കത്തില്ല. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് ഇളകി പോകും. അത് പുളുങ്ങിയിരിക്കുന്നൊരു കവറാണ്. അപ്പം ഞാനിതിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ കവറിൻ്റെ മേലേക്ക് നമ്മളിത് വെക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഈ സൈഡിലല്ലേ തേച്ചത്, മറ്റേ സൈഡ് തേച്ചില്ലല്ലോ എന്ന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിലും ഫെവിക്കോൾ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഓവർ ബുദ്ധി ഭയങ്കര മണ്ടത്തരമായിപ്പോയി. ബാക്ക് സൈഡിൽ അത്രയും പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു സൈഡിലും വെച്ചിട്ട് മറ്റേ സൈഡിൽ വീണ്ടും പശ തേച്ച് ഒട്ടിച്ചിട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇനി നമ്മൾ ഫിക്സ് ചെയ്യാനുള്ള കമ്പിയിലേക്ക് ഞാൻ മാസ്കിംഗ് ടേപ്പാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ മാസ്കിംഗ് ടേപ്പ് ഞാൻ ഇതിൽ കുറച്ച് കട്ടിയിൽ ഞാൻ ഒട്ടിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താമരയിലേക്ക് ഇത് കണ്ടിട്ടില്ല അത്ര കട്ടിയിൽ നിൽക്കുന്നത്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മടിയായി കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ തലങ്ങും വിലങ്ങും വെച്ച് ഇതൊക്കെ ഒട്ടിക്കുകയാണ്. അപ്പം ഈ ഒരു സൈഡ് ഞാൻ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയ്ക്ക് ഉള്ളിൽ പോകുന്ന ആയിട്ടാണ് ആ കമ്പിയിൽ അവിടെ ഞാൻ മാസ്കിംഗ് ടേപ്പ് ചുറ്റാഞ്ഞത്. ഇനി നമ്മൾ ഇതിൻ്റെ മേലേക്ക് പച്ച ടേപ്പ് ഒട്ടിക്കുകയാണ്. അപ്പം നമുക്ക് ക്രാഫ്റ്റ് കടയിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പച്ചേൻ്റെ നല്ല ടേപ്പ് കിട്ടും കേട്ടോ. ഇത് എനിക്ക് പച്ച ടേപ്പ് ഞാൻ ഇവിടെ നിന്ന് തപ്പിയിട്ട് കിട്ടിയില്ല. ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് ഉള്ളത്. അപ്പോൾ എനിക്കിവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഞാൻ മാസ്കിംഗ് ടേപ്പല്ല, ഇൻസുലേഷൻ ടേപ്പാണ് കേട്ടോ. ഗ്രീൻ കളർ ഇൻസുലേഷൻ ടേപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റേ ടേപ്പ് കിട്ടും കേട്ടോ. അത് 5-10 രൂപയേ ഉള്ളൂ. ഇത് 20 രൂപ കൊടുത്തിട്ട് ഞാൻ വാങ്ങിച്ചാണ്. അപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ചുറ്റിയെടുക്കാൻ. കാരണം ആ പശ ഭയങ്കരമാണ്, ഇതിന് ഭയങ്കര ഒട്ടിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് പ്രിഫർ ചെയ്യാൻ ഞാൻ പറയില്ല. നിങ്ങളപ്പോൾ മറ്റേ ടേപ്പ് തന്നെ ഉപയോഗിക്കുക. അത് 5-10 രൂപ കൊടുക്കാം. അതാണെങ്കിൽ നമുക്ക് നൈസായിട്ട് നമുക്ക് പെട്ടെന്ന് ചുറ്റിയെടുക്കാൻ പറ്റും. ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് ചുറ്റിയെടുത്തു. പക്ഷേ പിന്നെ ഇളകി പോകുമെന്ന് പേടിക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഞാനപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു ബൈൻഡ് ഞാൻ അതിൻ്റെ അടിയിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ അത് ആ ബൈൻഡ് ഞാൻ ഒട്ടിച്ചതുകൊണ്ട് ആ ഇല ഇങ്ങനെ പരന്ന് തന്നെ ഇരിക്കും. അപ്പോൾ ഞാനിത് കുറച്ച് പാടായിരുന്നു കേട്ടോ. ആ കമ്പി അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് അതങ്ങനെ കയറ്റി ഫിക്സ് ചെയ്ത് വെച്ചിട്ട് കണ്ടോ ഉള്ളിലോട്ട് കയറ്റി. അപ്പോൾ ഇത് ഉണങ്ങുമ്പോൾ ഉണ്ടല്ലോ ഇതെല്ലാം കറക്റ്റ് സെറ്റായിട്ട് ഇരിക്കും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് മെയിലൊക്കെ വരുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. എന്നോട് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഫിക്സ് ചെയ്ത് അപ്പോൾ ഞാൻ വിചാരിച്ചു മാസ്കിംഗ് ടേപ്പ് വെച്ചൊന്ന് ഫിക്സ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാനിത് മാസ്കിംഗ് ടേപ്പ് വെച്ചൊന്ന്
ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാനത് എടുത്ത് കളഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ഈ താമരപ്പൂ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതാണ് ഒരു ഫ്ലവർ വേസ് പോലെ ഇതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് കേട്ടോ. ഇതൊരു കഷായം വാങ്ങിച്ച കുപ്പിയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും അതിനകത്തൊക്കെ അഴുക്കാണൊന്ന് കഴുകിക്കൂടെ എന്ന്. അപ്പോൾ അതിൽ കഷായത്തിൻ്റെ അംശങ്ങളാണ് ഉള്ളത്. അപ്പം ഞാൻ കഴുകാനൊന്നും പോയില്ല എൻ്റെ ഒരു ആക്രാന്തത്തിന്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ട ഒരു ലെങ്ത്തിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിതിങ്ങനെ റൗണ്ടിന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ എന്നിട്ട് ഫെവിക്കോൾ മൊത്തത്തിൽ തേച്ച് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇവിടെ മറ്റേ ഐസ്ക്രീം സ്റ്റിക്കാണ്. നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നല്ല ചുള്ളിക്കമ്പ് കിട്ടുമല്ലോ, ഒരുവിധം വട്ടത്തിനുള്ള ചുള്ളിക്കമ്പ്, നമ്മുടെ വിരലിൻ്റെയൊക്കെ കനത്തിലുള്ള ചുള്ളിക്കമ്പ് എടുത്തിട്ട് അതെടുത്തിട്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ. അതാണ് ഏറ്റവും കൂടുതൽ ഭംഗി. എനിക്കപ്പോൾ ഇവിടെ അത് അവൈലബിൾ അല്ലെന്നല്ല, തറയിലൊക്കെ പോയി നോക്കേണ്ടി വരും. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഫ്ലാറ്റിലായതുകൊണ്ട് ഞാൻ താഴെ പോയൊക്കെ ചുള്ളിക്കമ്പ് ഉറക്കേണ്ടി വരും. നമ്മുടെ നാട്ടിലാണെങ്കിൽ മരങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത്, മരങ്ങളില്ലെന്നല്ല, അത്രയും നമുക്കങ്ങനെ പെട്ടെന്ന് പോയി ഒടിക്കാൻ വല്ലവൻ്റെ പറമ്പിൽ പോയി ഒടിച്ച് എനിക്ക് അടികൊള്ളാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാനപ്പം ഈ ഐസ്ക്രീം സ്റ്റിക്കിലോട്ട് മാറിയത്. നിങ്ങൾക്ക് നാട്ടിലെ ആ കമ്പാണ് ഏറ്റവും ഭംഗി കേട്ടോ. ഇതിലും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ കമ്പാണ്. അപ്പോൾ ഇത് ഒട്ടിച്ച് തീർന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇത്തിരി ഗ്യാപ്പിട്ട് വെക്കേണ്ടതായിരുന്നെന്ന്. സാരമില്ല, ഇനിയിപ്പോൾ എന്തായാലും ഒട്ടിച്ചല്ലോ. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ഒരു ഫ്ലവർ വേസ് പോലെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം പാഴ്വസ്തുക്കളാണ് കേട്ടോ. ഈ ഐസ്ക്രീം സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ ഞാൻ 10 രൂപ കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് നാട്ടിൽ നമുക്ക് നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള കമ്പുകളൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിലും നൈസായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഇതിൽ ഭംഗിയായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഒരു കാശ് ചിലവില്ല. നമുക്കിപ്പോൾ ഇവിടെ ആകെയുള്ള കാശ് ചിലവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേപ്പ് മേടിക്കുക, പിന്നെ ഒരു ഫെവിക്കോൾ മേടിക്കുക. ഒരു 10-20 രൂപയുടെ ഒരു ചിലവ് മാത്രമേ നമുക്കുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിൽ ഈസിയായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. പെട്ടെന്ന് ഒട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഞാൻ ഒട്ടിക്കുമ്പോഴത്തേക്ക് താഴെ നിന്നുള്ളത് ഇളകി വരുമെന്ന്. പക്ഷെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഒട്ടുന്നുണ്ട്. അത് നമുക്ക് ഒട്ടിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ബ്ലാക്ക് പെയിൻറ്റ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് അടിക്കുക കേട്ടോ. ഞാനിപ്പോൾ ബ്ലാക്കിൽ ഗോൾഡൻ ടെക്സ്ചറാണ് കൊടുത്തത്. അപ്പം ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു ഭംഗി അതിന് വന്നില്ല കേട്ടോ. എന്നാലും പിന്നെയും കുഴപ്പമില്ല. പിന്നെ ഞാൻ ആലോചിച്ച് എല്ലാം വേസ്റ്റിൻ്റെ ഐറ്റങ്ങളാണല്ലോ, വേസ്റ്റ് മെറ്റീരിയലാണല്ലോ, അപ്പം ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പോൾ നമ്മൾ കണ്ടോ, ഞാനതിപ്പോൾ കറക്റ്റ് ഫിക്സ് ചെയ്തപ്പോൾ ഞാൻ ലെങ്ത് അനുസരിച്ചൊന്ന് വെച്ച് നോക്കിയതാണ്. ഫെവിക്കോൾ തന്നെ മതി കേട്ടോ. ഫെവിക്കോൾ നല്ലതുപോലെ ഒട്ടിയിരുന്നോളും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാം. എൻ്റെ ഫെവിക്കോൾ തീർന്നിരിക്കണു. പുതിയത് വാങ്ങാൻ സമയമായിരിക്കണു. ഇടയ്ക്ക് ഫെവിക്കോൾ ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഓർത്തു അതിൽ 2 തുള്ളിയിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അതിൽ പറ്റില്ല. അപ്പോൾ അതൊന്നും കൂടി ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ മടിയാണെങ്കിൽ ഒരു കുപ്പിയിലൊക്കെ ഇട്ട് വയ്ക്കാം. ഞാനപ്പോൾ കുറച്ച് ഇത്രയും ചെയ്തല്ലോ, ഇനി ഇതും കൂടെ ചെയ്താൽ എന്താണെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇനി പറഞ്ഞതുപോലെ ബ്ലാക്ക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ബ്ലാക്ക് പെയിൻ്റ് അടിക്കാൻ കാരണം എനിക്ക് ആ ടെക്സ്ചർ, ഒരു ബ്ലാക്ക് ഗോൾഡ് ടെക്സ്ചർ ഇഷ്ടമായതുകൊണ്ട് മാത്രമല്ല, ഞാൻ കുറേ പഴയ വീഡിയോകൾ ചെയ്യാൻ വേണ്ടി ഒരു ഡബ്ബ ബ്ലാക്ക് പെയിൻറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഈ ബ്രഷ് അങ്ങോട്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ബ്രഷ് മാറ്റി കുറച്ചൊരു വലിയ ബ്രഷ് എടുത്തിട്ട് പെയിൻറ്റ് അടിക്കാൻ പോവാണ്. അപ്പോൾ നല്ല പെട്ടെന്ന് നമുക്ക് അടിച്ച് തീർക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും പെയിൻറ്റ് അടിക്കാം കേട്ടോ. എനിക്ക് ബ്ലാക്കും ഗോൾഡും അടിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ പെൻ ഹോൾഡറായിട്ടോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് പെൻ ഹോൾഡറായിട്ട് ഉപയോഗിക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് അടുക്കളയിൽ സ്പൂൺ വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇച്ചിരി ഒരു ഡെക്കറേറ്റീവ് ഐറ്റമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മണി പ്ലാന്റ് വേണമെങ്കിൽ ഇട്ട് വളർത്താം. കാരണം നമ്മൾ പ്ലാസ്റ്റിക് ആണല്ലോ അടിയിലുള്ളത്, നമ്മൾ അതിൽ ഓട്ടയൊന്നും വീണിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഞാൻ ഉണ്ടാക്കിയ താമര വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം നല്ലതുപോലെ ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. കയ്യിൽ വെക്കാൻ പറ്റുന്നതുകൊണ്ട് നല്ലതുപോലെ പറ്റുന്നുണ്ട് കേട്ടോ. ഈ പെയിൻറ്റ് കയ്യിലൊക്കെ പറ്റി കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടാണ്. പിന്നെ സ്പിരിറ്റോ മണ്ണെണ്ണയൊക്കെ തേച്ചിളക്കേണ്ടി വരും. നമ്മൾ അക്രിലിക് പെയിൻ്റ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ വെള്ളത്തിൽ ഉപയോഗിച്ചാൽ തന്നെ കഴുകി പോകാൻ പറ്റും. അപ്പം നമ്മുടെ പണി ഇവിടെ കഴിഞ്ഞു. നമ്മളിനി ഒരു ഗോൾഡൻ പെയിൻറ്റിൽ ഒരു സ്പോഞ്ച് മുക്കിയിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ജസ്റ്റ് നമ്മളൊന്ന്
തടവി കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പെയിൻറ്റ് എടുക്കാം. എനിക്കിപ്പോൾ ഇതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതൊരു നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനപ്പോൾ കോപ്പർ അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കോപ്പറിനെക്കാളും നല്ലത് എപ്പോഴും ഗോൾഡിൻ്റെ ആണ് എപ്പോഴും ബ്ലാക്കിന് മേലെ ചേരുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഇത് മൊത്തത്തിൽ അടിച്ചെടുക്കാം. ഇത് നമുക്ക് പെൻ ഹോൾഡറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ താമരപ്പൂവിൻ്റെ പണി ഇവിടെ കഴിഞ്ഞു. ഇത്തിരി മെനക്കേടായിരുന്നു. എനിക്ക് ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിലും കുറച്ചും കൂടെ ഒരു ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കണ്ടോ, വെറും നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഹോൾഡറും നല്ലതായിട്ടുണ്ട് അല്ലേ, പൂ വയ്ക്കുന്ന. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്